വെൽക്കം ബാക്ക് ടു റൈസ് ഏഗൺ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നുള്ള 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കുന്നത്. നമുക്ക് നോക്കാം ചോദ്യത്തിന്റെ പാറ്റേൺ എങ്ങനെയാണ് വരിക. ക്വസ്റ്റ്യൻ പേപ്പറിൽ സൂചന 1 से 5 तक के प्रश्नों के उत्तर कोष्टक से चुनकर लिखे അല്ലേ. അപ്പോ കോഷ്ടകം എന്താണ്? ബ്രാക്കറ്റ് ആണ് അല്ലേ. അസ്ലം കിസ് കഹാനി കാ പാത്ര ഹേ. അസ്ലം ഏത് കഥയിലെ കഥാപാത്രമാണ്? ഒന്ന് പറഞ്ഞേ. അനുതാപ് അല്ലേ. അപ്പൊ അനുതാപാണ്. അപരാധ് കഹാനി മേ കിസ് ഖേൽ കെ ബാരെ മേ കഹാ ഗയാ ഹേ. അപരാധ് എന്ന കഥയിലെ ഒരു കളിയെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. ആ കളി ഏതാണ്? ഗഡ്ബൽ ആണ് അല്ലെ. കഹ്നാ നഹി ആതാ കിസ് വിധാ കി രചന ഹേ. കഹ്നാ നഹി ആതാ എന്നുള്ളത് ഒരു കവിതയാണ്. നമുക്ക് പഠിക്കാനുള്ള ഒരു കവിതയായിരുന്നു എന്ത്? കഹ്നാ നഹി ആതാ എന്നുള്ളത്. ഇനി അടുത്ത ചോദ്യം ഉസേ ശക്സാ ലഗാ ക്യോ. അവന് ഷോക്കായി. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം ഉത്തരം. അസ്ലം की आकस्मिक मृत्यु की खबर सुनकर और जीवन की क्षणिकता के बारे में सोचकर यात्री को शक्सा लगा. അപ്പോ അസ്ലമിന്റെ പെട്ടെന്നുണ്ടായ ഒരു മരണ വാർത്ത കേട്ടിട്ടാണ് യാത്രിക്ക് എന്താവുന്നത്? ഷോക്ക് ആവുന്നത് അല്ലെ. ഉസ്കി ആവാസ് മേ ഗഹരി ഉദാസ് ദി ക്യോ. അവരുടെ ആ ഒരു ശബ്ദത്തിൽ വളരെയധികം വിഷമം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? നോക്കൂ. അപ്പനെ സാഥി അസ്ലം की मृत्यु के कारण और उसको नष्ट हो जाने के कारण रिक्शे वाले की आवाज में गहरी उदासी थी അല്ലെ. ആ ഒരു റിക്ഷേ വാലയുടെ ആ ഒരു ശബ്ദത്തില് എന്തുണ്ടായിരുന്നു? തന്റെ മിത്രമായിട്ടുള്ള അസ്ലമിന്റെ മരണത്തെ കുറിച്ച് അല്ലെ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് ആലോചിച്ചിട്ട് ആ ഒരു ശബ്ദം കേൾക്കുമ്പോഴാണ് യാത്രയ്ക്ക് വീണ്ടും എന്താവുന്നത്? വിഷമം വരുന്നത്. ഓക്കെ. इनके साथ हमदर्दी जताना बेवकूफी होगी. यहाँ यात्री का कौन सा मनोभाव പ്രകട് ഹോ രഹാ ഹെ. അപ്പൊ അവരോട് സഹതപിക്കുന്നത് വിഡിത്തമാണ്. എന്തുകൊണ്ടാണ് ഈ ആൾക്ക് ഇങ്ങനെ തോന്നുന്നത് എന്നാണ് ചോദ്യം. ശ്രമിക് വർഗ കെ പ്രതി ഉപേക്ഷാ കാ മനോഭാവ് और സഹജീവ് കെ പ്രതി സംവേദനാഹീനത കാ മനോഭാവ്. അതായത് തൊഴിലാളി വർഗത്തോടുള്ള ഒരു അവഗണനയും അതുപോലെ തന്നെ എന്താണ് സഹജീവ് കെ പ്രതി സംവേദനാഹീനതാക്കാ മനോഭാവ്. സഹജീവികളോട് ഒരു സ്നേഹവും ഇല്ലാത്ത ഒരു പ്രവണതയാണ് ഇവിടെ കാണിക്കുന്നത് അല്ലെ. വോ കിസി അപരാധി കി ഭാന്തി സിർ ജുക്കായേ റിഷ്തേ കെ സാത്ത് സാത്ത് ചൽ രഹാ ഥാ ക്യോ. എന്താണ്? ഒരു അപരാധിയെ പോലെ ആ ഒരു റിക്ഷന്റെ കൂടെ ഇങ്ങനെ നടക്കുകയാണ് അല്ലെ. അപ്പൊ അത് എന്തുകൊണ്ടാണ്? उत्तर अपने सहजीवी के प्रति दिखाई गई उपेक्षा से उत्पन्न पश्चाताप के कारण. ഒരു പശ്ചാത്താപം യാത്രികന്റെ മനസ്സിൽ വരികയാണ്. അതുകൊണ്ടാണ് നടന്നത് അല്ലെ. നോക്കാം. ये प्रसंग किन किन पात्रों से संबंधित है. അപരാധ് എന്ന കഥയിലെ കുറച്ച് ഡയലോഗ്സ് ആണ്. ഇത് ആരാണ് പറഞ്ഞത് എന്നൊക്കെയാണ് ചോദ്യം. उसे शख्सा लगा यात्री से അല്ലെ. उसकी आवाज में गहरी उदास दी मजबूत खटकाठी रिक्शे वालों से. उसने रास्ते में ही दम तोड़ दिया असलम से അല്ലെ. ഇത് അവരോടൊക്കെ പറഞ്ഞ ഡയലോഗ്സ് ആണ്. നോക്കാം അടുത്ത ചോദ്യം. കൽക്കി ഘടന ഉസ്കി ആംഖോ കെ ആകെ സജീവ് ഹോ ഉടി. ഇന്നലത്തെ ആ ഒരു ഘടന അവരുടെ കൺമുന്നിൽ ഇപ്പോഴും ഉണ്ട്. അത് ആരുടെയാണ്? യാത്രിയുടെ അല്ലെ. ഏക് ബാർ ഉസ്കി ഇച്ഛാ ഹുയി കി റിശ്തേ സെ ഉതർ ജായേ. ഒരു തവണ എന്താണ് ആഗ്രഹം തോന്നുകയാണ് ഇതിൽ നിന്ന് ഇറങ്ങി നടക്കാമെന്ന്. അതാർക്കാ? യാത്രിക്ക്. किसी कार के हॉर्न से चौंककर वह वर्तमान में आ गया. അതും यात्री से. उसके लिए यह छटाई खास मायने नहीं रखती थी. എന്താണ്? അവന് ആ ഒരു കയറ്റം വലിയ ഒരു സംഭവമായൊന്നും തോന്നിയില്ല. അത് എന്തുകൊണ്ടാണ്? മസ്ബൂത് ഖദ്കാട്ടി റിക്സേ വാലോം സെ. അപ്പൊ ആ ഒരു റിക്ഷക്കാരനെ വെച്ച് നോക്കുന്ന സമയത്ത് യാത്രയ്ക്ക് എന്താണ്? ഈ ഒരു കയറ്റം കയറുന്നത്, അവരുടെ കൂടെ നടന്ന് കയറുന്നത് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല എന്നാണ് പറയുന്നത് അല്ലെ. ഇനി ഈ ഹമാര അധികാർ എന്ന ചാപ്റ്ററിൽ നിന്നും വരുന്ന ഒരു ചോദ്യമാണ് ലെറ്റർ റൈറ്റിംഗ് അല്ലെ. അപ്പൊ ആ ലെറ്റർ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലോ. നമ്മൾ ഓൾറെഡി ഫോർമാറ്റ് പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ബേജ്നെ വാല അയക്കേണ്ട ആളുടെ അഡ്രസ്സ് അല്ലെ. പാനെ വാല കിട്ടേണ്ട ആളുടെ അഡ്രസ്സ്, സ്ഥാന് എന്താണ് വിഷയം, ഡേറ്റ് അല്ലെ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എഴുതണം. ഓക്കെ. ഇനി ജുലൂസ് എന്ന നാട്യ രൂപാന്തരത്തിലുള്ള കുറച്ച് എന്താണ് സമാനാർത്ഥി ശബ്ദമാണ് ഇവിടെ പറയുന്നത്. ചിന്ത, പർവാഹ്, നിർദയ്, ദല്ലാൽ, ആഗ്യ, ഹുക്മ, വാണി, സുബാൻ, പ്രകാർ, കിസ്മ, ലക്ഷ്യ, മക്സദ്, പാലൻ, താമിൽ, ഇച്ഛ, മൻഷ, കേവൽ, മഹജ്, ദേശ്, कौम, हानि, नुकसान, विषाद, मलाल, सहन, बर्दाश्त, घायल, जख्मी, सहन, बर्दाश्त,
घायल, जख्मी, अंध, आखिर, पास, नजदीक, धीरे, आहिस्ता, कुशल, खैसियत. അല്ലേ? ഇനി ജുലൂസിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ്, 2 മാർക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഹമേ കിസി സെ ലഡായി കർനെ കി ജറൂരത് നഹി. ഇത് ആര് പറഞ്ഞതാ? ദീനദയാലിന്റെ ഡയലോഗാണ് കേട്ടോ. ഹമാരാ ഹുക്മ ക്യാ ആപ്കോ സുനായി നഹി പടാ. അത് ദാരോഗ ബീർബൽ സിംഗിന്റെ ഡയലോഗാണ്. ജുലൂസ് നിക്കാൽനെ സെ സ്വരാജ് മിൽ ജാതാ തോ കബ് കാ മിൽ ജാതാ ഹോതാ. ദീനദയാലിന്റെ ഡയലോഗാണ്. നോക്കാം. ഇനി ഫിൽമി സമീക്ഷ. ഒരു ഫിൽമി സമീക്ഷ എഴുതുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ എഴുതണമല്ലോ. എന്തൊക്കെയാണ് ഒരു ഫിൽമി സമീക്ഷ എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഇതിൽ പറയുന്നത്. നോക്കാം. ഫിൽമി സമീക്ഷ മേ കിൻ കിൻ ബിന്ദുओं की चर्चा की गई है. എന്തൊക്കെ ശ്രദ്ധിക്കണം നോക്കിയേ. പട്കഥ അല്ലെ, സ്ക്രിപ്റ്റിനെ കുറിച്ച് പറയണം. സംവാദ യോജന കോൺവെർസേഷനെ കുറിച്ച് പറയണം. ഛായാങ്കൻ ഛായാഗ്രഹണത്തെ കുറിച്ച് പറയണം. സമ്പാദൻകാരി എഡിറ്റർ അല്ലെ, എഡിറ്റിങ്ങിനെ കുറിച്ച് പറയണം. ധ്വന്യാങ്കൻ, അഭിനയ് അല്ലെ, ഗീത്, പാർശ്വ സംഗീത്, പശ്ചാത്തല സംഗീതം ആദി की चर्चा की गई है. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി ആനന്ദ് കി ഭൂൽ ചടിയാം എന്ന ചാപ്റ്ററിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. നോക്കൂ. ജമീൻ കോൻ ഗോദ് രഹാ ഥാ. ആരാണ് ജമീൻ കിളച്ചുകൊണ്ടിരിക്കുന്നത്? एक बूढ़ा आदमी. बूढ़े आदमी क्या बो रहे हैं. എന്താണ് കുഴിച്ചിടാൻ ശ്രമിക്കുന്നത്? ആം കി ഗുഡലിയാം അല്ലെ, മാങ്ങയുടെ अंडियाണ് കുഴിച്ചിടാൻ വേണ്ടി പോകുന്നത്. नौजवान के प्रश्न पर बूढ़े का उत्तर क्या था? भविष्य में दूसरों की भलाई के लिए आम की गुडलियों बो रहा हूं. അതായത് ഫ്യൂച്ചറിൽ മറ്റൊരാൾക്ക് അത് ഹെൽപ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ ബൂഢേ ആത്മീയ അവിടെ ആ ഒരു മാവിന്റെ ആ ഒരു എന്താണ് വിത്ത് അവിടെ കുഴിച്ചിടുന്നത്. पूर्वजों के मनोवृत्ति का फल क्या है? वर्तमान के लोगों के लिए भलाई होती है. അല്ലെ, അതായത് ഇനി വരുന്ന തലമുറയ്ക്ക് എന്താണ് നല്ലത് വരണം, നന്മ വരണം എന്നാണ് പൂർവജൻ, അതായത് നമ്മുടെ മുന്നിലുള്ള ആളുകളുടെയൊക്കെ ചിന്ത എന്നാണ് പറയുന്നത്. हमारे पूर्वजों की इसी मनोवृत्ति का फल है जो हम जगह जगह अमराई देखते हैं. कौन सी मनोवृत्ति? അപ്പൊ എന്താണ് ഇവരുടെ ആ ഒരു ചിന്ത എന്നാണ് ചോദ്യം. अपने स्वार्थी जीवन को त्याग कर दूसरों को सुख और आनंद पहुंचाने के सुंदर स्वभाव की मनोवृत्ति. അതായത് താൻ അനുഭവിക്കുന്ന ആ ഒരു സുഖം സൗകര്യങ്ങളൊക്കെ എന്താ വരും തലമുറയും അനുഭവിക്കണം അല്ലെ. അതായത് ഈ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ കായ്കനികള് അതുപോലെ നിഴല് തണൽ എല്ലാം ആൾക്കാർക്ക് കിട്ടുമല്ലോ. അപ്പൊ അത് വിചാരിച്ചിട്ടാണ് ഈ ബൂഢ ആത്മി ഇങ്ങനെ ചെയ്യുന്നത്. ബൂഢ ആത്മി കാ ആം കി ഗുഡലിയാം ബോനാ ഘടന കാ മുഖ്യ ആശയ ക്യാ ഹെ. ആ ഒരു മാങ്ങയുടെ വിത്ത് അവിടെ നടന്നത് കൊണ്ട് ആ വൃദ്ധരായ മനുഷ്യൻ പറയുന്ന ഒരു സന്ദേശം എന്താണ്? ഹമേ दूसरों को सुख और आनंद पहुंचाने वाले सात्विक आनंद के स्वभाव अपनाना चाहिए. അല്ലെ, ഒരു പുണ്യ പ്രവൃത്തി എന്ന രീതിക്കാണ് അദ്ദേഹം ഇവിടെ കാണുന്നത്. ഓക്കെ. സംഭ്രാന്ത് മഹിള കിസ് ഉമ്മീദ് സേ ഫൽ और फूल के बज फेंक रही है. ഇവിടെ സംഭ്രാന്ത് മഹിള എന്താണ്? ആ വിത്തുകൾ ഇങ്ങനെ വലിച്ചെറിയുന്നുണ്ട് അല്ലെ. അതിന്റെ ഒരു പിന്നിലുള്ള കാര്യം എന്താണ്? उनमें से कुछ भी अगर जड़ पकड़ लेते तो लोगों का इससे कुछ फायदा होगा. അതിൽ നിന്നും ഏതെങ്കിലും വിത്തുകള് വേരുറപ്പിച്ചാൽ, മണ്ണിൽ വേരുറപ്പിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ഗുണമാകുമല്ലോ എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നിമ്നലിഖിത ഗദ്യാംശ പഠേ और प्रश्नों का उत्तर लिखे എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് ഇവിടെ നമ്മുടെ എന്താണ് ആനന്ദ് കി ഭൂൽ ചടിയാം എന്ന അതേ ചാപ്റ്റർ തന്നെയാണ്. അതിലൊരു പാരഗ്രാഫ് തന്നിരിക്കുകയാണ്. നോക്കൂ. റെയിൽഗാഡി സേ കോൺ യാത്ര കർ രഹി ഥി. അപ്പൊ ആ റെയിൽഗാഡി ആയിട്ട് ആ യാത്രയെ കുറിച്ച് സംഭ്രാന്ത് മഹിളയുടെ ഒരു എന്താണ് പാരഗ്രാഫ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം വരാം. നോക്കൂ. ഉത്തർ ഏക് വൃദ്ധ സംഭ്രാന്ത് മഹിള. റെയിൽഗാഡിയിൽ നിന്നും ആരാണ് യാത്ര ചെയ്യുന്നത്? ആരാണ്? ഏക് വൃദ്ധ സംഭ്രാന്ത് മഹിള. നോക്കൂ. വേ ക്യാ കർ രഹി ഥി. അവർ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? നോക്കൂ. അപ്നി മുഠി സേ സുന്ദർ ഫലോം और फूलों के बीज ബാഹർ ഫേങ്തി ജാ രഹി. തന്റെ ആ ഒരു കൈകൾ കൊണ്ട് അല്ലെ, കൈമുഷ്ടിയിൽ നിന്നും ഈ സുന്ദരമായിട്ടുള്ള പൂക്കളുടെയും അതുപോലെ പഴങ്ങളുടെയും ഒക്കെ വിത്തുകൾ എന്താണ് അവരിങ്ങനെ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സഹയാത്രീനെ ക്യാ പൂച്ച. കൂടെയുള്ള ആളുകൾ അവരോട് എന്താണ് ചോദിച്ചത്? ഇതൊക്കെ ഈ പാരഗ്രാഫിൽ ഉണ്ട് കേട്ടോ. അത് വായിച്ചിട്ട് എഴുതിയെടുത്താൽ മാത്രം മതി. സഹയാത്രീനെ പൂച്ച യേ ആപ് ക്യാ കർ രഹി ഹെ. നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഗദ്യാംശിക സംക്ഷേപൺ കരേ. അപ്പൊ നമുക്ക് ഇതാ നോക്കിയേ, ഇവിടെ ഇത്രയും വലിയൊരു ഗദ്യാംശം തന്നിട്ടുണ്ട് അല്ലെ. ആ ഗദ്യാംശം വായിച്ച് സംക്ഷേപൺ ചുരുക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു 6 മാർക്കിന്റെ ചോദ്യമാണ് എന്ത്? സംക്ഷേപൺ എന്നുള്ളത്. ഏക് വൃദ്ധ സംഭ്രാന്ത് മഹിള रेलगाड़ी से सफर करते समय सुंदर फलों और फूलों के बीज बाहर फेंकती जा रही थी.
उनका उद्देश्य था कि उनमें से कुछ भी अगर जट पकड़ लेते तो लोगों का उससे कुछ फायदा होगा. ഒരു വലിയ പാരഗ്രാഫിനെ എന്താണ് അതിന്റെ ഭാവാർത്ഥമാക്കി അല്ലെ, ഭാവാർത്ഥം മാത്രം കണ്ടുകൊണ്ട് അത് ചുരുക്കി എഴുതുക. ഇതാണ് എന്ത് സംക്ഷേപം ചെയ്യുക എന്നതിന്റെ ഉത്തരം. നോക്കൂ, ചാന്ദ് ഔർ കവി എന്ന കവിതയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ये कविता किस कविता से लिया गया है? അതായത് ഈ കവിതാംശം, ഒരു കവിതാംശം തരുമല്ലോ, ചാന്ദ് ഔർ കവിയിൽ നിന്ന് ഒരു കവിതാംശം തന്നു എന്ന് വിചാരിക്കും. അപ്പൊ ആ കവിത ഏത് കവിതയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് എന്ന് ചോദിക്കും. അപ്പൊ നോക്കൂ, രാംധാരി സിംഗ് ദിൻകർ की चांद और कवि से. यहाँ किनके बीच बात हो रही है? ഇവിടെ ആരൊക്കെ തമ്മിലാണ് സംസാരിക്കുന്നത്? ചാന്തും കവിയും അല്ലെ, ചന്ദ്രനും കവിയും തമ്മിൽ. കവിത के अनोखा शब्द का समानार्थी शब्द, അനോഖ എന്ന ശബ്ദത്തിന്റെ സമാനാർത്ഥി ശബ്ദമാണ് വിചിത്ര. ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കണം. ഓക്കെ, പത്ഥർ की बेंच എന്ന കവിതയിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. പത്ഥർ की बेंच पर कौन कौन बैठे हैं? ഇവിടെ ആരൊക്കെയാണ് പത്ഥർ की बेंचिൽ ഇരിക്കുന്നത്? നോക്കിയേ, ബच्चा, युवक, बूढ़ा, प्रेमी प्रेमिका आदि बैठे हैं. നോക്കൂ, बच्चा क्या कर रहा है? ഇവിടെ കുട്ടി എന്താണ് ചെയ്യുന്നത്? गोला हुआ बच्चा बिस्कुट कुतरते चुप हो रहा है അല്ലേ? അപ്പൊ നോക്കൂ, रोया हुआ बच्चा എന്നാക്കാം നമുക്ക് കേട്ടോ. ഓക്കെ, ഇനി യുവക് ക്യാ കർ രഹാ ഹേ? യുവക് ഇവിടെ എന്താണ് ചെയ്യുന്നത്? നോക്കൂ, അപ്നെ കുചലേ ഹുയേ സപ്നോ കോ സഹലാ രഹാ ഹേ അല്ലെ, സ്വപ്നങ്ങളെ, ആ പൊട്ടിപ്പൊളിഞ്ഞ സ്വപ്നങ്ങളെ കുറിച്ച് ആലോചിച്ചിരിക്കുകയാണ്. ഇനി റിട്ടയർഡ് ബൂഢാ ക്യാ കർ രഹാ ഹേ? ഹാത്തോം സേ ആംഖേൻ താബർ ദോപഹരി സോ രഹാ ഹേ അല്ലെ, കണ്ണിൽ ഇങ്ങനെ കയ്യും വെച്ചിട്ട് ആ ഒരു വെയിലത്ത് കിടന്നുറങ്ങുകയാണ്. വേ ദോനോം കോൻ കോൻ ഹേ? അവർ രണ്ടുപേരും, അവര് എന്ന് പറയുന്നത് ഇവിടെ ആരെയാണ്? അവര് എന്ന് പറയുന്നത് അല്ലെ. ആ വേ ദോനോം ആരാണ്? അതെ, പ്രേമി പ്രേമികയാണ്. നോക്കാം, ഇനി ദുഃഖ എന്ന കഥയിൽ നിന്ന് നോക്കാം. മൻ വിതൃഷ്ണ സേ കബ് ഭർ ജാതാ ഹേ? മനസ്സ് വിതൃഷ്ണ കൊണ്ട് നിറയുന്നത് എപ്പോഴാണ്? ആരുടെ മനസ്സാണ്? ദിലീപിന്റെ മനസ്സ്. ജിസേ മനുഷ്യ സർവാപേക്ഷ അപ്നാ സമജ് ഭരോസാ രഖ്താ ഹേ, जब उसी से अपमान और तिरस्कार प्राप्त हो तो मन वितृष्णा से भर जाता है അല്ലേ? അതായത് നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ആളുകളിൽ നിന്ന് നമുക്ക് അവഗണനകള്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ, അവോയ്ഡിങ് ഒക്കെ കിട്ടുന്ന സമയത്താണ് നമുക്ക് എന്താവുക? മനസ്സ് വിതൃഷ്ണ കൊണ്ട് നിറയുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ബഹുത് സേ ലോഗ് ഉസേ അതി കഹേംഗെ കിസേ? അപ്പൊ കുറെ ആളുകള് ഇത് കുറച്ച് അധികമല്ലേ എന്ന് പറഞ്ഞിരുന്നു അല്ലെ. എന്ത്? दिलीप द्वारा हेमा को दिए गए स्वतंत्रता, ആദർ, ആന്തരികത और അനുരുക്ത ഭരെ പ്യാർ को. അപ്പൊ വളരെയധികം ദിലീപ് ഹേമയെ സ്നേഹിച്ചിരുന്നു. ആ സ്നേഹത്തെ ഇത് കുറച്ച് കൂടുതലല്ലേ എന്ന് ആളുകൾ പറഞ്ഞിരുന്നു. ഹേമ മാക്കേ ഘർ ക്യോ ചലി ഗയി? ഹേമ എന്തിനാണ് ഹേമ അമ്മയുടെ വീട്ടിലേക്ക് പോയത്? നോക്കിയേ, उसकी सहेली के साथ दिलीप सिनेमा देख आने के कारण रात भर हेमा रूठी रहकर सुबह उठते ही वह माँ के घर चली गई. ദിലീപ് ഹേമയുടെ ഒരു പെൺ സുഹൃത്തിന്റെ കൂടെ സിനിമയ്ക്ക് പോയി. അതുകൊണ്ടാണ് ഹേമയ്ക്ക് ദേഷ്യം വന്നത് അല്ലെ. ദിലീപ് കോ കിസ് പർ ഭയ ഹുവാ? ദിലീപിന് എന്തിനാണ് ഭയം? സമയ കോ ബിത്താ നാ ദേഖ്നെ പർ ദിലീപ് കോ ഭയ ഹുവാ? സമയം ഇങ്ങനെ കടന്നു പോവാത്തത് കൊണ്ടാണ് ദിലീപിന് ഭയം വരുന്നത് അല്ലെ. अपने निकटतम व्यक्ति से अपमान और तिरस्कार होने पर मनुष्य की दशा क्या हो जाती है? അപ്പൊ നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യരിൽ നിന്ന് നമുക്ക് വലിയ തോതിൽ എന്താ അവഗണന കിട്ടുകയാണെങ്കിൽ ഒരു മനുഷ്യന്റെ ഫീലിംഗ് എന്തായിരിക്കും? നോക്കൂ, മൻ വിതൃഷ്ണ സേ ഭർ ജാതാ ഹൈ, മനസ്സ് വിതൃഷ്ണകൾ കൊണ്ട് നിറയും അല്ലെ. जिंदगी में कभी कभी एक एक मिनट गुजारना भी मुश्किल हो जाता है. कब? ജീവിതത്തിൽ ഓരോ നിമിഷവും എന്താണ് തള്ളി നിൽക്കുക എന്നത് വളരെയധികം ബുദ്ധിമുട്ടായി തോന്നുകയാണ്. അത് എന്താണ്? എന്തുകൊണ്ടാണ്? വിതൃഷ്ണ और ग्लानि में स्वयं यातना बन जाते समय, മനസ്സ് വളരെയധികം മടുക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെ തോന്നുക അല്ലെ. നോക്കാം അടുത്ത ചോദ്യം. ദിലീപ് के मस्तिष्क की व्याकुलता कुछ कम हुई कब? मिंटो पार्क के एकांत में एक बेंच में बैठे समय सिर में ठंड लगने से. അതായത് ദിലീപിന്റെ ആ ഒരു തലയിൽ കുറച്ച് അധികം ടെൻഷൻ വരികയാണ് അല്ലെ. ഭയങ്കരമായിട്ട് പേടി തോന്നുകയാണ്. എന്തിനാണ്? ആ തണുപ്പ് കൊണ്ട് തനിക്ക് എന്തെങ്കിലും അസുഖം വന്നാലോ എന്ന് ആലോചിച്ചിട്ടാണ്. ദിലീപിനെ സന്തോഷിക്കായ്ക്ക് ദീർഘനിശ്വാസ് ലിയാ ക്യോ? ദിലീപ് ആ മിന്റോ പാർക്കിൽ നിന്ന് വളരെയധികം സന്തോഷത്തോടു കൂടി അവർക്ക് ദീർഘശ്വാസം എടുക്കുന്നുണ്ട് അല്ലെ. അത് എന്തുകൊണ്ടാണ്? അപ്പനി ആകസ്മിക് മൃത്യുദ്വാര പത്നി ഹേമ സെ ബദലാ ലേനെ കാ നിശ്ചയ കർണേ പർ ദിലീപിനെ സന്തോഷ് കായ്ക്ക് ദീർഘനിശ്വാസ് ലിയാ. അപ്പം താൻ മരിച്ചു കഴിഞ്ഞാൽ ഹേമ വരുമല്ലോ കാണാൻ. അങ്ങനെ വരുന്ന സമയത്ത് ഹേമയ്ക്ക് പശ്ചാത്താപം തോന്നുമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് അവർ സന്തോഷിക്കുന്നത് അല്ലെ. ദിലീപ് കാ മൻ കുച്ച് ഹൽക്ക ഹോ ഗയാ കബ്? ദിലീപിന്റെ മനസ്സ് എപ്പോഴാണ് ഹൽക്ക ആയത്?
സ്വയം സഹ अन्याय के പ്രതികാർ की एक संभावना देख दिलीप का मन कुछ हल्का हो गया. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ 2 മാർക്കിന് ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കുക. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാഠങ്ങൾ നന്നായിട്ട് വായിക്കുക. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ.